ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പ്രതികരിച്ചാൽ അത് കുറ്റം, പ്രതികരിച്ചില്ലെങ്കിൽ അത് കുറ്റം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നെ എന്ത് ചെയ്യണം? അടുത്തിടെ വിവാദമായ പൂഞ്ഞാർ പള്ളി സംഭവത്തിൽ അറസ്റ്റിലായ ആളുകൾ കാട്ടിയത് ശുദ്ധ തെമ്മാടിത്തരമാണ് എന്ന ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വായ തുറന്നു. തിരുവനന്തപുരത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളുമായിട്ടുള്ള മുഖാമുഖത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 23 കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയ്ക്കടുത്ത പൂഞ്ഞാർ സെന്റ് മേരീസ് ഫെറോന പള്ളിയിലായിരുന്നു സംഭവം. പള്ളിമുറ്റത്ത് ബൈക്ക് റേസിംഗ് നടത്തി ഭയങ്കരമായ ശബ്ദമുണ്ടാക്കി, ഭീഷണിയുണ്ടാക്കി, ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. അത് കാരണം ആരാധന തടസ്സപ്പെട്ടു. തുടർന്ന് ചോദിക്കാൻ പുറത്തിറങ്ങിയ അസിസ്റ്റന്റ് വികാരിയായ ഫാദർ തോമസ് ആറ്റുചാൽ അദ്ദേഹത്തെയാണ് പള്ളിമുറ്റത്ത് ഒരു കൂട്ടം യുവാക്കൾ ബൈക്ക് ഇടിച്ചു വീഴ്ത്തി. പിന്നീട് കാറ് കയറ്റാൻ ശ്രമിച്ചു. ഇതാണ് സംഭവം. അറസ്റ്റിലായ ആളുകളെല്ലാം ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർ തന്നെയായിരുന്നു എന്നതോടെയാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നത്. അത് ആര് പറഞ്ഞാലും നമ്മുടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല. ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് പറഞ്ഞത് രാഷ്ട്രീയ ലാക്കോടെയാണ് എന്ന് പറഞ്ഞ് മുസ്ലിം സംഘടനകൾ മൊത്തം പിണറായി വിജയനെ തൂത്തുപെറുക്കിയിട്ട് ഒട്ടിക്കും. ഇപ്പോ ഈ പള്ളിയിലെ അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞ ഈ പ്രസ്താവന പിൻവലിക്കണമെന്ന് മുസ്ലിം സംഘടനകൾ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ പരാമർശം വസ്തുതാവിരുദ്ധമാണെന്ന് അവർ ആരോപിച്ചു. അതായത് ഈ പള്ളിയിൽ കയറി അതിക്രമിച്ച് പ്രശ്നമുണ്ടാക്കി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു വൈദികനെ കൊല്ലാൻ ശ്രമിച്ച ആളുകൾ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞു പോയി. പ്രതി ചേർക്കപ്പെട്ടവരൊക്കെ മുസ്ലിങ്ങളല്ലേ? ആണെങ്കിലും പറയാൻ പാടില്ല, അല്ലയോ? കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇത്തരം നിരുത്തരവാദപരമായ പ്രസ്താവന പിൻവലിക്കണമെന്നാണ് നേതാക്കൾ ആവശ്യപ്പെട്ടത്. ആരൊക്കെയാണ്? നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള കുഞ്ഞു കുഞ്ഞു നേതാക്കളല്ല. മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു, ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിരുന്നു, മർക്കസു ദഅവ ടീം ഉണ്ടായിരുന്നു, കേരള നദവത്തുൽ മുജാഹിദീൻ ഉണ്ടായിരുന്നു, ലജനത്തുൽ മുഅല്ലിമീൻ എന്ന ടീം ഉണ്ടായിരുന്നു, PDP ഉണ്ടായിരുന്നു, വിസ്ഡം ടീം ഉണ്ടായിരുന്നു, വെൽഫെയർ പാർട്ടി ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് മുഖ്യമന്ത്രിയെ പഞ്ഞിക്കിട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഓരോ ഭാഗത്തു നിന്നും ഓരോ തരത്തിലുള്ള പ്രതികരണമാണ് വരുന്നത്. ഈ പൂഞ്ഞാറ് വൈദികനെ കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിലെ മുസ്ലിം വിദ്യാർത്ഥികളാണ് എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന തെരഞ്ഞെടുപ്പ് നേട്ടം മുന്നിൽ കണ്ടിട്ടുള്ള വർഗീയ വിഭജന ശ്രമത്തിന്റെ ഭാഗമാണ് എന്നാണ് വെൽഫെയർ പാർട്ടി കോട്ടയം ജില്ലാ പ്രസിഡന്റ് സണ്ണി മാത്യുവിന്റെ അഭിപ്രായം. വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഇതിനകത്തുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നാട്ടുകാരെ സാക്ഷ്യപ്പെടുത്തിയ ഒരു സംഭവമാണത്രേ അത്. മുസ്ലിം വിദ്യാർത്ഥികളെ മാത്രം പഴിചാരി വിഷയത്തെ വർഗീയവൽക്കരിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും അങ്ങ് പറഞ്ഞ് പ്രസ്താവന ഇറക്കി. മുസ്ലിം വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച സംഭവത്തെ വർഗീയമായി ചിത്രീകരിക്കാനുള്ള ശ്രമത്തെ ഈരാറ്റുപേട്ടയിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ ഇടതുമുന്നണിയുടെ ഘടകകക്ഷി നേതാവ് തന്നെ തള്ളിപ്പറഞ്ഞതാണെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ സമൂഹങ്ങളിൽപ്പെട്ട ആളുകൾ ഉൾപ്പെട്ട ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തിൽ ഒരു പ്രത്യേക സമുദായത്തെ മാത്രം ഉന്നം വയ്ക്കുന്നതിലൂടെ കാസ പോലുള്ള സംഘപരിവാർ അനുകൂല തീവ്ര സംഘടനകളുടെ അതേ വാദം തന്നെയാണ് മുഖ്യമന്ത്രി ആവർത്തിച്ചിരിക്കുന്നതെന്നും അവർ ആരോപിച്ചു. നിക്ഷിപ്ത താല്പര്യക്കാരുടെ വ്യാജവാദങ്ങളും അസത്യങ്ങളും തൊടാതെ വിഴുങ്ങുന്നതിനും അപകടകരമായ രീതിയിൽ അത് ആവർത്തിക്കുന്നതിനും പകരം പക്വവും സത്യസന്ധവുമായ രീതിയിൽ വിഷയത്തെ സമീപിക്കലായിരുന്നു മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്നതെന്ന് അവർ പറഞ്ഞു. കുറച്ച് വിദ്യാർത്ഥികളുടെ അപക്വമായ പ്രവർത്തനത്തെ അങ്ങനെ കാണുന്നതിന് പകരം വിദ്യാർത്ഥികളുടെ മതവും സമുദായവും തിരിച്ച് വർഗീയ ധ്രുവീകരണത്തിനുള്ള അവസരം ഒരുക്കി മാറ്റിയവരെയാണ് മുഖ്യമന്ത്രി വിമർശിക്കേണ്ടിയിരുന്നതെന്നും അവർ പറഞ്ഞു. അതിന് പകരം നിലമറന്ന പ്രതികരണം നടത്തി മുഖ്യമന്ത്രി എരിഞ്ഞടങ്ങിയ തീ വീണ്ടും ഊതിപ്പടർത്തുകയാണ് ചെയ്തതത്രേ. പദവിക്ക് നിരക്കുന്ന പ്രവൃത്തിയല്ല മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നുണ്ടായതെന്ന് അവർ പറഞ്ഞു. സംഘപരിവാർ മാതൃകയിൽ വർഗീയ ചേരിതിരിവിലൂടെ തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ കൊയ്യുന്ന തീക്കളി ഉപേക്ഷിക്കാൻ CPM നേതാക്കൾ തയ്യാറാകാത്തത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളായിരിക്കും സമൂഹത്തിൽ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അത്തരം ശ്രമങ്ങൾ ആത്യന്തികമായി സംഘപരിവാർ ശക്തികൾക്കായിരിക്കും നേട്ടങ്ങൾ സമ്മാനിക്കുക എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം അത്രേ. ഇടതുപക്ഷത്തിന് അത് സാധിക്കാതെ പോകുന്നത് ദൗർഭാഗ്യകരമാണെന്ന്. അതായത് സെന്റ് ഫെറോന പള്ളിയില്
മുസ്ലിം തീവ്രവാദികളായ യുവമിഥുനങ്ങൾ കയറി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് സഹവികാരിയെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിലെ മുഖ്യപ്രതികൾ മുസ്ലിങ്ങളായിരുന്നു. ആ വസ്തുത പിണറായി വിജയൻ പറഞ്ഞു പോയി. അത് BJPക്ക് നേട്ടമാകുമത്രേ. അതുകൊണ്ട് ഈ പ്രസ്താവന തെറ്റുതിരുത്തണം, മുഖ്യമന്ത്രി അത് പിൻവലിക്കണം. ഇതാണ് മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെടുന്നത്. അതാണ് അതിലേറെ രസകരം. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രസ്താവനയുമായി SDPI പോലെയുള്ള സംഘടനകൾ വന്നിട്ടുണ്ട്. പിണറായി വിജയന്റെ പ്രസ്താവന വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചാണെന്നാണ് SDPI ആരോപിക്കുന്നത്. കേരളത്തിലെ ക്രൈസ്തവ മുസ്ലിം സൗഹൃദം തകർക്കാൻ RSS നടത്തുന്ന ശ്രമത്തിന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വളമാകുമത്രേ. ഇതാണ് SDPI നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തിയത്. പൂഞ്ഞാറ് സെന്റ് മേരീസ് ഫെറോന ചർച്ചിലെ അനിഷ്ട സംഭവങ്ങള് പോലീസ് ന്യായീകരിച്ചാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. അതായത് പോലീസിനെ മുഖ്യമന്ത്രിക്ക് ന്യായീകരിക്കാനല്ലേ പറ്റൂ? തന്റെ പോലീസല്ലേ, എന്ത് തെമ്മാടിത്തമാണ് അവരവിടെ കാട്ടിയത് എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു പോയി. നിലയില്ലാ കാര്യത്തിലങ്ങ് പ്രതികരിച്ചു പോയതാ. മുഖ്യമന്ത്രി ഒരിക്കലും ഒരു പുൽക്കൊടി കൊണ്ട് പോലും, ഒരു മൺതരിയിട്ട് പോലും മുസ്ലിം തീവ്രവാദികളെ വിഷമിപ്പിക്കില്ല. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നാവിൽ നിന്നും വീണുപോയി. അതുകൊണ്ട് അതങ്ങ് തിരിച്ചെടുക്കണം. അത്ര ഫാദറിന് നേരെ വണ്ടി കയറ്റുകയായിരുന്നു അവർ. ഭാഗ്യം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു. ഇത് മുഖ്യമന്ത്രി പറഞ്ഞു. മുസ്ലിങ്ങളായിരുന്നു പ്രതികളെന്ന് പറഞ്ഞു. വൈദികനെ കൊല്ലലായിരുന്നു ലക്ഷ്യമെന്ന് പറഞ്ഞു. പള്ളിയിൽ ഇരച്ചു കയറി അക്രമാന്തരീക്ഷം സൃഷ്ടിച്ചെന്ന് പറഞ്ഞു. ചെറുപ്പക്കാരുടെ സെറ്റെന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അതില് മുസ്ലിം വിഭാഗക്കാര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പകൽ പോലെ സത്യം. ഒരു വിഭാഗത്തെ മാത്രം തെരഞ്ഞു പിടിച്ചതല്ല. പക്ഷെ പ്രതികളൊക്കെ മുസ്ലിങ്ങളായിരുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രി എന്ത് ചെയ്യണം? പോലീസ് നടപടിയെ കുറ്റപ്പെടുത്തിയ ഹുസൈൻ മടവൂരിനെയും മുഖ്യമന്ത്രി വിമർശിച്ചു. വോട്ട് പോയി കേട്ടാ. ഹുസൈൻ മടവൂരിനെ പോലെ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ തെറ്റായ ധാരണ വെച്ച് പുലർത്തരുത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്തോ രണ്ടും കൽപ്പിച്ചാണെന്ന് തോന്നുന്നു. അതോ ആരോ എഴുതി കൊടുത്തത് വായിച്ച അബദ്ധത്തിൽ പെട്ടതാണ്. പോലീസിന്റെ ഭാഗത്ത് തെറ്റുണ്ടാകാം, അത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ ചർച്ചിലെ വൈദികനെ വാഹനം ഇടിപ്പിച്ചു എന്ന കേസിൽ 27 വിദ്യാർത്ഥികളെയാണ് വധശ്രമ കുറ്റമടക്കം ചുമത്തി പ്രതി ചേർത്തിരിക്കുന്നത്. ഇതിൽ 10 പേര് പ്രായപൂർത്തിയാകാത്തവരായിരുന്നു. കേസിൽ മുഴുവൻ പ്രതികൾക്കും നേരത്തെ തന്നെ ജാമ്യം ലഭിച്ചു. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി അവരെ രക്ഷപ്പെടുത്താനാകുന്നതെല്ലാം ചെയ്തു. അവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടില്ല, അവരുടെ വാപ്പാമാരുടെ പേര് വിട്ടില്ല, അവരുടെ ഫോട്ടോ എടുക്കാൻ അനുവദിച്ചില്ല, മുഴുവൻ ആളുകൾക്കും ജാമ്യം കൊടുത്തു. ഇതെല്ലാം ചെയ്തിട്ടും മുസ്ലിം മതവിഭാഗമാണ് എന്ന് പറഞ്ഞു. വിഭവസമൃദ്ധമായ ഭക്ഷണം കൂട്ടിവെച്ചിട്ട് ഒരല്പം കാഷ്ടം വെക്കുന്നത് പോലെ ഇതെല്ലാ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്തിട്ട് പ്രതികൾ മുഴുവനും മുസ്ലിങ്ങളാണെന്നും ശുദ്ധ തെമ്മാടിത്തമാണ് ചെയ്തതെന്നും പറഞ്ഞു പോയി. ഒരു ഉയർന്ന സംഘടനാ നേതാവാണ് ഹുസൈൻ മടവൂർ. അദ്ദേഹത്തിനെതിരെയൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ പിണറായി വിജയനും മുസ്ലിങ്ങളുടെ വോട്ട് പോകൂലേ? വർഷങ്ങൾക്ക് ശേഷമാണ്, നീണ്ട കാത്തിരിപ്പും ഒരുപാട് ആലോചനകളും ചർച്ചകളും നടന്ന് ആഴ്ചകൾക്ക് ശേഷമാണ് പൂഞ്ഞാർ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നും ഒരു വാക്ക് വീണുപോയത്. ആ വാക്ക് അങ്ങ് അറം പറ്റും. മുസ്ലിങ്ങളെല്ലാം കൂടി പിണറായി വിജയനെ എടുത്ത് പഞ്ഞിക്കും. ഇനി ഉടനെ തന്നെ മാപ്പും കോപ്പും ഒക്കെ ആയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരുന്നത് നമുക്ക് കാണാം. ന്യായീകരണ തൊഴിലാളികൾ എന്നാ പിന്നെ തുടങ്ങുകയല്ലേ. നന്ദി.